പത്തനംതിട്ട മെഴുവേലി ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് കർഷക ദിനാഘോഷവും കർഷക അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. ഇലവന്തിട്ട SNDP ഹാളിൽ നടന്ന പരിപാടി ആറന്മുള MLA അബിൻ വർക്കി ഉദ്ഘാടനം ചെയ്തു. മെഴുവേലി പഞ്ചായത്ത് പ്രസിഡന്റ് നജമോൻ TA അധ്യക്ഷനായി. കർഷകർക്കാണ് ചിങ്ങം 1-ന് കർഷക ദിനത്തിന്റെ ഭാഗമായി വിത്തുകളും വളങ്ങളും നൽകിയത്. 5 ഇനങ്ങളിലായി 101 തൈകളാണ് കർഷകർക്ക് വിതരണം ചെയ്തത്. തൈകൾ വളർന്ന് ഫലം കിട്ടും വരെ പഞ്ചായത്തിന്റെ മേൽനോട്ടമുണ്ടാകുമെന്ന് പ്രസിഡന്റ് നജോമോൻ പറഞ്ഞു. ഇന്ന് കർഷകർക്ക് പരിഗണന കിട്ടാതെ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിലുള്ള കർഷകരെ ആദരിക്കുന്നതിനപ്പുറത്ത് പുതിയതായിട്ട് കർഷകർ കടന്നു വരണം എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്രൊജക്റ്റ് നടപ്പിലാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത്. 510 കുടുംബങ്ങൾക്കാണ് നമ്മൾ 101 തൈകളും അതിനോടൊപ്പം തന്നെ അതിന് വേണ്ട വളങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ശുദ്ധമായ കാർഷിക വിളകൾ ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് കൃഷിവകുപ്പ് അറിയിച്ചു. പരിപാടിയുടെ ഭാഗമായി മികച്ച കർഷകന് അവാർഡും അനുമോദനവും നൽകി. നമ്മൾ ഈ പദ്ധതി കൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് വിഷമില്ലാത്ത ആഹാരം കഴിക്കുക ഒരാളിൻ്റെ അവകാശമാകണം. ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. എല്ലാ വീട്ടിലും അടുക്കളത്തോട്ടം നിർമ്മിച്ചുകൊണ്ട് എല്ലാ വീട്ടിലും ജൈവമായി ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ മാത്രം നൽകുക. ഇന്ന് 510 വീടുകളിലാണെങ്കിൽ ഈ മെഴുവേലി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലേക്ക് ഇത് വ്യാപിപ്പിക്കാനാണ് ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത്. കൃഷിഭവനിലൂടെ വലിയ പ്രോത്സാഹനമാണ് ലഭിക്കുന്നതെന്ന് കർഷകർ പറയുന്നു. എനിക്ക് എല്ലാ കൃഷികളും ഉണ്ട്. ഇപ്പം മീൻ വളർത്തലുണ്ട്, കോഴിയുണ്ട്, താറാവുണ്ട്, പശുവുണ്ട്, തേനീച്ച വളർത്തലുണ്ട്, പിന്നെ അല്ലാണ്ട് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ തോട്ടങ്ങളുണ്ട്. എല്ലാം കൂടി എനിക്കിപ്പോൾ 5-7 ഏക്കറോളം അടുത്തുണ്ട്. നമുക്കും അവരിൽ നിന്നുള്ള പ്രതീക്ഷകളും പ്രോത്സാഹനം കൃഷി വകുപ്പിന്റെ ഭാഗത്തു നിന്നായാലും എല്ലാ സഹകരണങ്ങളും ഉണ്ട്. ന്യൂസ് മലയാളം, പത്തനംതിട്ട.